ഇത് പുഷ്പ, ദിശയുടെ ഒരു പേഷ്യൻ്റാണ്, അതിലുപരി ദിശയുടെ റിലേറ്റീവും കൂടിയാണ്. ഞങ്ങൾ ദിശയുടെ അടുത്ത് 6 മാസം മുമ്പ്, ഒരു വർഷം 2 മാസം മുമ്പ് ഡോക്ടർ എന്ന രീതിയിൽ കൺസൾട്ടേഷന് വേണ്ടി വന്നതായിരുന്നു. എന്തായിരുന്നു ശരിക്കും പ്രശ്നം? എനിക്ക് ഒരു 7-8 വർഷമായിട്ട് BP ഉണ്ടായിരുന്നു. ഞാൻ BPക്ക് ടാബ്ലറ്റ് കഴിക്കൂല. ടാബ്ലറ്റ് കഴിച്ചെങ്കിൽ പിന്നെ ഞാൻ ഉണ്ടാവുള്ളൂ ഫുൾ ടൈം കഴിക്കേണ്ടി വരുമല്ലേ, അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടില്ല. അത് ഇപ്പൊ കഴിച്ചെങ്ങനെ കംപ്ലീറ്റ് ക്യൂർ ആവുന്നില്ലല്ലോ, കഴിക്കുമ്പോ മാത്രല്ലേ BP നോർമൽ ആണത്. അതുകൊണ്ട് ഞാൻ തുടങ്ങിയിട്ടില്ല. പക്ഷെ ഒരു ദിവസം നല്ലോണമായിട്ട് ഡോക്ടറെ അടുത്ത് പോയി, പിന്നെ ഒരു ടാബ്ലറ്റും തന്നു. അത് കഴിച്ചിട്ട് തുടങ്ങിയപ്പോഴേ എനിക്ക് ചെസ്റ്റിൽ പെയിൻ വന്നു. പിന്നെ ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ അവർ പറഞ്ഞു ഹാഫ് കഴിക്കുമെന്ന്. ഹാഫ് കഴിച്ചെങ്കിലും പിന്നെയും ഉണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ബോഡി അഡ്ജസ്റ്റ് ആവുള്ളൂ, നിങ്ങൾക്ക് പെയിൻ ഉണ്ടാവും. അപ്പൊ ബോഡി അഡ്ജസ്റ്റ് ആക്കിയിട്ട് ഞാൻ എന്തിനു കഴിക്കണം? ഞാൻ ചെറുപ്പത്തിൽ എന്റെ മക്കൾക്ക് ഒരു മെഡിസിനും കൊടുത്തു, ഇംഗ്ലീഷ് മെഡിസിൻ കൊടുത്തിട്ടില്ല. എന്ന് വീട്ടിൽ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നതല്ലാതെ ഡോക്ടറെ അടുത്ത് കൊണ്ടുവന്നത് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ കൊണ്ടുപോകും. അപ്പൊ ബിപിന്റെ പ്രോബ്ലം മാത്രമേ വന്നത്. പക്ഷെ ഓള് എങ്ങനെ പറഞ്ഞ ഫുള്ള് ഓള് സംസാരിച്ചിട്ട് ഞങ്ങൾ എന്ത് കുഴപ്പമുണ്ട് എല്ലാം ഓള് കണ്ടുപിടിച്ചു. പിന്നെ എന്തെല്ലാം ടെസ്റ്റ് ആവശ്യമുണ്ട് അത് ഓള് എഴുതി തന്നു. അങ്ങനെ എല്ലാം ടെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു ഹഷിമോട്ടോ തൈറോയിഡ് ഉണ്ടായി. അതുവരെ അറിയല്ല, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുന്നത് അതിന്. അപ്പൊ അത് ആദ്യം തന്നെ അറിഞ്ഞത് കൊണ്ട് നല്ലതായി. പിന്നെ ഒന്നിച്ചിട്ട് അതും അറിഞ്ഞത്. അത് കുറെ ബോഡി പെയിനും, എനിക്ക് എന്ത് പണിയെടുക്കാനും ഒരു ഇൻട്രസ്റ്റ് ഇല്ല, ചെയ്യാൻ പറ്റുന്നില്ല, ക്ഷീണം പോലെ എപ്പോഴും. അങ്ങനെല്ലാം ഉണ്ടായി. പിന്നെ അസിഡിറ്റി ഭയങ്കര ഉണ്ടായി. അസിഡിറ്റി പറഞ്ഞ ഉച്ചക്ക് ഞാൻ എത്ര എരിവ് പുളി എല്ലാം കുറവായിട്ട് കഴിച്ചെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് കുറച്ചു നേരം ആകുമ്പോൾ എല്ലാം മുകളിൽ ഇങ്ങനെ ആസിഡ് വരും. അതെപ്പോഴും അങ്ങനെ ഉണ്ടായി. മരുന്ന് ഭയങ്കര കുറവ്, അത് വേറെ ആള് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. അങ്ങനെ മരുന്ന് സ്റ്റാർട്ടാക്കി. പിന്നെ ഒരു 5-6 മാസം മുന്നേ എനിക്ക് എല്ലാം സാധാരണ നോർമലായിന്. പിന്നെ ഇപ്പൊ എനിക്ക് നല്ല ഒരു ജോലി ചെയ്യാന് ക്ഷീണമൊന്നുമില്ല, നല്ല ഒരു സ്ട്രെങ്ത് ഉണ്ട് ബോഡിക്ക്. അപ്പൊ ആദ്യം ബിപിയുടെ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പൊ തൈറോയിഡിന്റെ പ്രശ്നം ആദ്യം മനസ്സിലായി. അപ്പൊ അതൊക്കെ ഈ ഒരു 5-6 മാസം കൊണ്ട് നിങ്ങളെല്ലാം കൊണ്ടും BP നോർമൽ ഉണ്ട്, എപ്പോഴും നോർമൽ ഉണ്ട് BP. അതെ. പിന്നെ തൈറോയിഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അതെ, തൈറോയിഡ് നോർമലാണ്. അതെ. പിന്നെ ഇപ്പൊ പ്രത്യേകിച്ച് മരുന്നുകളൊന്നും കഴിക്കുന്നില്ല? ഇല്ല, മരുന്നൊന്നും കഴിക്കുന്നില്ല, കുറേ ആയി ഇപ്പൊ മരുന്ന് കഴിക്കാതെ. പിന്നെ ഫുഡും ഇപ്പൊ എല്ലാം ഞാൻ നോർമൽ ഫുഡ് കഴിക്കുന്നു. അന്നെങ്കിലും ഇപ്പൊ എനിക്ക് മനസ്സിലായി ഏത് കഴിക്കാൻ പാടില്ല എന്ന് ഇവളുടെ അടുത്ത് പഠിച്ചു. ഞാൻ കൊളസ്ട്രോളിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു വരുന്ന സമയത്ത്. കൊളസ്ട്രോൾ കുറച്ചുണ്ടായിരുന്നു, കൊളസ്ട്രോൾ കൂടുതലുണ്ടായിരുന്നു. പിന്നെ യൂറിക് ആസിഡിന്റെ പ്രശ്നം യൂറിക് ആസിഡ് ഉണ്ടായി. അത് എന്താ പ്രശ്നം എന്ന് വെച്ചാലും മറ്റൊന്നുമല്ല, ചില പേഷ്യൻസിന്റെ കാര്യങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം വെച്ചാൽ വരുമ്പോൾ എല്ലാ ദിശ നോട്ട് ചെയ്യും, എല്ലാ ലക്ഷണങ്ങളും എല്ലാ പ്രോബ്ലംസും നമ്മൾ നോട്ട് ചെയ്യും. കാരണം എന്നിട്ട് അത് പഠിച്ചിട്ടാണ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ശരിക്കും കുറച്ച് കഴിയുമ്പോൾ ഈ പേഷ്യന്റ് പോലും എന്തായിരുന്നു എന്റെ സംഭവങ്ങൾ മറന്നു പോകുന്ന ഒരു സാഹചര്യങ്ങളുണ്ട്. അത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ്. കാരണം നിങ്ങൾ മറക്കുക, അതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ ഇപ്പം ദിശ ഓർപ്പിച്ച ദിശ എല്ലാം നോട്ട് ചെയ്ത് 1 വർഷം മുമ്പുള്ള ഈ നോട്ട് ചെയ്ത പോയിന്റ്സ് ആണ് അതൊക്കെ. എല്ലാവരും ഉണ്ട്, എല്ലാ പേഷ്യൻസിനെയും നമ്മൾ ഇതുപോലെ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങൾ അത് മറന്നെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ, അതൊരിക്കലും കൂടി പറയുന്നത്. പിന്നെ മൂഡ് സ്വിങ്സ് ഉണ്ടാവുമായിരുന്നു. അതെ, മൂഡ് സ്വിങ്സ്, ചൊടി. ഇപ്പൊ അങ്ങനെ ഒന്നും ഇല്ല, ഞാൻ എപ്പോഴും ഹാപ്പി തന്നെ. പിന്നെ ഇടയ്ക്ക് നമ്മൾ 2-3 സിറ്റിംഗ് മെഡിറ്റേഷനും ചെയ്തായിരുന്നു, ഒരു റിലാക്സേഷൻ എന്ന നിലയ്ക്ക്. അതെ, നമ്മളൊരു പേഷ്യന്റ് വരുമ്പോൾ അവര് പറയുന്ന ലക്ഷണം മാത്രമല്ല, നമ്മൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പഠിക്കും. അവർക്ക് എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ആ ലക്ഷണങ്ങൾ വന്നത് എന്നാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഓരോ ലക്ഷണത്തിനും മരുന്ന് കൊടുക്കുകയല്ല, എന്തുകൊണ്ടാണ് ആ ലക്ഷണങ്ങൾ ശരീരത്തിൽ വരുന്നത് എന്ന് പഠിച്ചിട്ടാണ്, അതിനാണ് നമ്മൾ റൂട്ട് കോസിനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ വെച്ച് നോക്കിയപ്പോൾ തൈറോയിഡ് ആവാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് തൈറോയിഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ തൈറോയിഡ് തന്നെ 4 തരത്തിൽ പറയാം: ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോ തൈറോയിഡിസം, അതിൽ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ, മെറ്റബോളിക്, അങ്ങനെ തരംതിരിക്കാം. അപ്പോൾ അതിൽ തന്നെ ഈ ഹൈപ്പോ തൈറോയിഡിസം കണ്ടപ്പോൾ എനിക്കൊന്ന് ഓട്ടോ ഇമ്മ്യൂണിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ചില ലക്ഷണങ്ങളിലൂടെ കണ്ടപ്പോഴാണ് ആൻറ്റി-TPO ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. അപ്പോൾ അത് പോസിറ്റീവായി. അങ്ങനെയാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്ത ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് ആണെന്ന് കൺഫേം ചെയ്തത്. അതെ, തൈറോയിഡ് ഉള്ളത് അതുവരെ ഇവരെ അറിയില്ലായിരുന്നു. അത് ഭയങ്കര അല്ല, ഞാൻ BPക്ക് ഇപ്പൊ പോയിനല്ലേ ഡോക്ടറെ അടുത്ത്. പക്ഷെ എനിക്ക് ആ ടാബ്ലറ്റ് കഴിക്കാനാവുന്നില്ല, കഴിച്ചിട്ടാകുമ്പോൾ ചെസ്റ്റിൽ പെയിൻ വരുന്നല്ലേ, അതുകൊണ്ട് ഞാൻ നിർത്തിയത്. അപ്പോൾ ഡോക്ടറെ കാണിക്കണം. ഞങ്ങളെ കാണിച്ചില്ലെങ്കിലും നമ്മൾ തന്നെ നമ്മൾ ചികിത്സിക്കരുത്, കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവണം. ഇപ്പൊ എന്തായാലും നിങ്ങൾക്ക് നല്ല ഡോക്ടറെ കിട്ടുകയാണെങ്കിൽ അതെന്റെ ഭാഗ്യം. പിന്നെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഇത്രയും ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഇപ്പൊ ഏകദേശം
ഒരു വർഷം 2 മാസം ആയതിനു ശേഷമാണ് റിവ്യൂ എടുക്കുന്നത്. അപ്പോൾ ഇത്രയും നാൾ ഇവര് നോർമൽ ലൈഫ് ലീഡ് ചെയ്തു നമ്മൾ ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മളിപ്പോ റിവ്യൂ എടുക്കുന്നത്. അതെ, പല സ്ഥാപനങ്ങളിലും അല്ലെങ്കിൽ പല ഹോസ്പിറ്റലുകളിലും നമ്മൾ കാണാറുണ്ട്, ഒരു 10 ദിവസം 5 ദിവസം അഡ്മിറ്റ് ചെയ്തതിനു ശേഷം അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് തന്നെ അപ്പാട് റിവ്യൂ എടുക്കും. റിവ്യൂ എടുക്കുമ്പോൾ ഒരിക്കൽ അന്നേരം കുറച്ചൊരു സുഖം ഉണ്ടാവും. ആ റിവ്യൂ എടുത്തിട്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരിക്കൽ അതായത് പ്രശ്നങ്ങൾ വരാറുണ്ട്. പക്ഷെ നമ്മളെന്ന് വെച്ചാൽ ഒരാൾ ഇപ്പം ഞങ്ങളിപ്പോൾ ഒരു വർഷത്തെ ഡ്യൂറേഷൻ കൊടുത്തെങ്കിൽ ഒരു 5 മാസമോ 3 മാസമോ ചിലപ്പോൾ നമ്മൾ ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ റിവ്യൂസിന് ചോദിച്ചു തുടങ്ങും. എന്നാൽ പിന്നെ നിങ്ങളൊന്ന് ഫ്രീ ആകുമ്പോൾ നമുക്കൊന്ന് ചെയ്യാമല്ലോ. നമ്മൾ പിന്നെ നല്ലൊരു അവസരം കിട്ടുമ്പോൾ ചെയ്യലാണ്. അപ്പം ഇവരത് ശരിക്കും ഇപ്പോൾ 1 വർഷവും 2 മാസവുമായി. അപ്പോൾ അന്ന് മുതൽ 1 വർഷം മുമ്പേ തന്നെ ചെയ്തിട്ട് ഇപ്പോഴും അവർ ഭയങ്കര ഹാപ്പി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് മരുന്നുകളൊന്നും കഴിക്കുന്നുമില്ല, പ്രത്യേകിച്ച് ഡയറ്റ് കൺട്രോളും ഇല്ല. മംഗലാപുരത്താണ് വീട് എന്ന് പറഞ്ഞല്ലേ? ഓക്കെ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എപ്പം ഏത് അസമയത്താണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ട്രീറ്റ്മെന്റിലുള്ള ആളാണെങ്കിൽ നമ്മളെ വിളിക്കാൻ മീൻസ് ദിശയെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. വിളിക്കണം, അതാണ് നമ്മുടെ ആഗ്രഹവും നമ്മുടെ താല്പര്യം. എപ്പോ വിളിച്ചെങ്കിലും ദിശ ഫോൺ എടുത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് വെച്ചാൽ വേറൊന്നുമല്ല, എപ്പോഴും ദിശ ഇപ്പം നേരത്തെ വന്നൊരു പേഷ്യനോട് പറയുന്നത് ഞാൻ കേട്ടു, ഇടയ്ക്കലൊന്ന് വിളിക്കാം, കുഴപ്പമൊന്നുമില്ല, വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിക്കണം എന്ന്. വാട്സപ്പിൽ ഹായ് അയച്ചാൽ മതി. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ നല്ലതല്ലേ? ഇപ്പം പല ഡോക്ടേഴ്സും ഇപ്പം ഒരു ഡോക്ടേഴ്സിന് പോയി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് പോലും ഡോക്ടർ ഒരു സംസാരിക്കുന്നത് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ പറയുന്നത് മര്യാദയ്ക്ക് കേട്ടണോ ഡോക്ടർ എന്ന സംശയം പണ്ട് കാലങ്ങളിൽ എനിക്കും ഉണ്ടായിരുന്നു. വേറെ മരുന്ന് തിരിക്കുന്നതിനാ അപ്പം ഡോക്ടർ ഉദ്ദേശിച്ച് ഞാൻ അത്ര എക്സ്പീരിയൻസ്ഡ് ആണ്, നീ പേടിക്കേണ്ടാൻ പറഞ്ഞാൽ ഇത് തരുന്നുണ്ടാവും. പക്ഷെ നമ്മൾ വിചാരിക്കുക ഞാൻ പറഞ്ഞു തന്നു ഡോക്ടർ മര്യാദയ്ക്ക് കേട്ട്, പിന്നെ ഈ മരുന്ന് ചില ആൾക്കാർ എൻ്റെ മുമ്പിൽ വെച്ച് പ്രിസ്ക്രിപ്ഷൻ കയറി കഴിഞ്ഞ ആൾക്കാരുണ്ട്. കാരണം അതാണ് അതിൻ്റെ അത്രക്കും പ്രാധാന്യമുണ്ട്. നമ്മളെ കേൾവിക്കാരനാവുക എന്ന് പറയുന്ന ഒരു പ്രധാന കാര്യം കൂടി ഡോക്ടേഴ്സൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദിശയുടെ പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ദിശയുടെ അടുത്ത് ചിലപ്പോൾ 1, 2, 3 മണിക്കൂറൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഉണ്ടാക്കിയ സിസ്റ്റത്തിൽ നമ്മൾ പറയും അവരെ പൂർണ്ണമായി കേൾക്കുക, അവരുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് പഠിക്കുക, എന്നിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുക. പകുതി പ്രശ്നം നമ്മൾ അവരെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഇവരുടെ പ്രശ്നം എന്നുള്ളത്. നമ്മളത് കേൾക്കാനുള്ള മനസ്സ് കാണിച്ചില്ലെങ്കിൽ കുറെ നമുക്ക് മനസ്സിലാവില്ല, അങ്ങ് വിട്ടുപോകും. അപ്പോൾ എന്തായാലും ഒരുപാട് നന്ദി. താങ്ക് യു.